നമ്മുടെ ഇന്നത്തെ സദ്യ റെസിപ്പി ഒരു കാളനാണ്. എല്ലാവർക്കും കാളൻ ഇഷ്ടമാണ് എന്നറിയാം. അപ്പോൾ കാളൻ പല രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം പറയാണ്. അറിയാവുന്ന ആളുകൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്തോളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ കാളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കുറുകിയിട്ടല്ല, അധികം ലൂസായിട്ടല്ല ഉണ്ടാവുക, ഒരു മീഡിയം തിക്നെസ്സിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളിപ്പോ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുളിശ്ശേരി, ഒഴിച്ചുകറി, മോരുകറിയൊക്കെ പോലെയാണ് ഉണ്ടാവുക. വടക്കോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള കാളനാണ് ഉണ്ടാവുക. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കാളൻ ഉണ്ടാക്കുക. ഞാനപ്പോൾ ഇവിടുത്തെ രീതിയിൽ നിന്ന് കുറച്ചുകൂടി തിക്കായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കുറുക്ക് കാളൻ എന്ന് പറയുമ്പോൾ നന്നായിട്ട് കുറുകി തന്നെ ഇരിക്കണ്ടേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എരിവും പുളിയും ഉള്ള രീതിയിലാണ് നമ്മൾ കാളൻ തയ്യാറാക്കുക. അപ്പോൾ പുളിശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന കഷ്ണങ്ങൾ അനുസരിച്ച് ഇപ്പോൾ പഴംപുളിശ്ശേരി ആണെങ്കിൽ മധുരമായിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ കുമ്പളങ്ങയോ മത്തങ്ങയോ ഒക്കെ ചേർത്തിട്ട് പുളിശ്ശേരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുളിയും മധുരവും ഇളം മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള രീതിയിലാണ് പുളിശ്ശേരി വരിക. പക്ഷെ കാളനിൽ നമ്മൾ മധുരം ചേർക്കില്ല. കാളൻ എന്ന് പറയുമ്പോൾ എരിവും പുളിയും ഏറ്റവും നന്നായിട്ട് മുന്നിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ റെഡിയാക്കുക. അപ്പോൾ ഇത് കാളനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരിക. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള റെസിപ്പികളായിരിക്കുമല്ലോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉള്ളി ചേർക്കും, ചില സ്ഥലങ്ങളിൽ ജീരകം ചേർക്കും. അങ്ങനെ വരുമ്പോൾ തന്നെ എനിക്ക് കമന്റ്സ് വരാറുണ്ട്, ഞങ്ങളിവിടെ അങ്ങനെയല്ല ചെയ്യുക. മാമ്പഴ പുളിശ്ശേരിക്കാണ് ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നത്, മാമ്പഴ പുളിശ്ശേരിയിൽ ആരാണ് ഉള്ളി ചേർക്കാന്ന്. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ നാടുകൾ തമ്മിൽ വ്യത്യാസം വരുമ്പോൾ തെക്കും വടക്കും ഒക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചെയ്തത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് ചേർക്കാൻ പാടില്ല, അത് ചേർക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്ത് കാണിക്കുന്നു. പിന്നെ ഇതിൽ കുരുമുളക് നിർബന്ധമായിട്ടും ചേർക്കേണ്ട ഒരു കാര്യമാണ്. കുരുമുളക് ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകരുത്. കാളൻ എന്ന് പറയുമ്പോൾ കഷ്ണങ്ങൾ നമുക്ക് കാണാൻ പറ്റണം. പഴംപുളിശ്ശേരിയൊക്കെ പോലെ ചെറുതായിട്ട് പോലും കഷ്ണങ്ങൾ ഉടയാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കുറുക്ക് കാളൻ ഉണ്ടാക്കുക എന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കുറുക്ക് കാളൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1/4 കിലോ വെയിറ്റ് വരും. അതുപോലെ തന്നെ അത്രയും തന്നെ ചേനയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൈരും തേങ്ങ ചിരവിയതും. തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ചധികം തൈര് വേണം കേട്ടോ. സാധാരണ നമ്മൾ പുളിശ്ശേരിക്ക് ചേർക്കുന്ന പോലെയല്ല, തൈരിലാണ് നമ്മൾ വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ പറയാം ഏതൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ചേർക്കുക എന്നുള്ളത്. ആദ്യം നമുക്ക് ഈ കായും ചേനയും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ കായും ചേനയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കായും ചേനയും നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. എന്താണെന്ന് വെച്ചാൽ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ അരപ്പ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സമയം സേവ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ കായും ചേനയും കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. ഇപ്പോൾ നമ്മളിതാ ഒരു മൺചട്ടിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ പച്ചമുളകാണ്. പച്ചമുളക് ഞാനിപ്പോൾ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും പച്ചമുളക് എടുക്കണ്ട കേട്ടോ. പച്ചമുളകിൻ്റെ തണ്ട് മാറ്റിയിട്ടുണ്ട്. നോക്കി പച്ചമുളക് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം. പച്ചമുളക് നന്നായിട്ട് തിളച്ചിട്ടാണ് നമ്മൾ കഷ്ണങ്ങളൊക്കെ ചേർക്കുക. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ചില ചേനയ്ക്ക് വേവ് കൂടുതലായിരിക്കും, അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുക. അപ്പോൾ നല്ല വെള്ള ചേനയാണെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടുന്നതാണ്. ചേനയും കായും ഈ മൺചട്ടിയിൽ തന്നെ കുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് പിന്നീട് മിക്സ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ കുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ഉലുവ പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉലുവ വറുത്ത് പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഉലുവ 1/2 ടീസ്പൂൺ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്യുക, ഉലുവയുടെ കളർ മാറുന്നത് വരെ. അത് ചൂട് മാറിയിട്ട് പൊടിച്ച് വയ്ക്കുക, അതാണ് ചേർക്കേണ്ടത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവപ്പൊടി നെയ്യിലാണ് നമ്മൾ റോസ്റ്റ് ചെയ്ത് ചേർക്കേണ്ടത്. അപ്പോൾ പൊടിച്ചത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റേജ് കാണിക്കാതെ പറയുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ പച്ചമുളക് ചേർത്തിട്ട് വെള്ളം തിളച്ച് തുടങ്ങി. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കായും ചേനയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്.
ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു കളറിന് വേണ്ടി മാത്രം. പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി കഷ്ണങ്ങളൊന്ന് പകുതി കുക്കായി വരുമ്പോഴേ നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുള്ളൂ. ഇനി ഇതിപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പകുതി കഷ്ണങ്ങൾ കുക്കാവുമ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചേനയും കായും കൂടി ഏകദേശം 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1.5 കപ്പ് തേങ്ങ അരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ കൂടുതൽ ചേർക്കണം. സാധാരണ നമ്മൾ പുളിശ്ശേരിക്ക് അരയ്ക്കുന്ന പോലെയല്ല. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. പിന്നെ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ അരയ്ക്കുന്നതിൻ്റെ കൂടെ കുരുമുളക് ചേർത്തിട്ട് അരയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജീരകം മാത്രം ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളിൽ വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളിലേക്ക് നമ്മൾ ചേർത്ത പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നെയ്യും കൂടി കഷ്ണങ്ങളിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിച്ചു വരട്ടെ. അപ്പോൾ നെയ്യും കഷ്ണങ്ങളിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി തൈര് ചേർക്കാം. തൈര് കട്ട ഉടച്ചു വെച്ചിരിക്കുന്ന തൈരാണ്, കട്ടിയായിട്ടുള്ള തൈരല്ല ചേർക്കുന്നത്. മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചേർക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ച് തൈരിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. ഞാനിപ്പോൾ ഒരു 600 ml തൈര് എടുത്തിട്ടുണ്ട്. പുളി കുറവുള്ള തൈരാണെങ്കിൽ 3/4 ലിറ്റർ വരെ തൈര് ചേർക്കാം. ഇനി ഈ തൈരിൽ കിടന്നിട്ട് കഷ്ണങ്ങൾ ഒന്നുകൂടി കുക്കായി തൈരൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഞാനിതിന് ഇടയ്ക്ക് നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചപ്പോൾ തന്നെ വേപ്പില ചേർത്തിരുന്നു. അത് പറയാൻ വിട്ടുപോയി. 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി തൈരും നന്നായിട്ട് തിളച്ചിട്ട് തന്നെ കുറുകി വരണം കേട്ടോ. ഇത് തിളച്ചാലും കുഴപ്പമില്ല. കാളൻ എന്ന് പറയുമ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി തിക്കായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ തൈര് ചേർത്തിട്ട് ഒരു 7 മിനിറ്റായിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിനി അരപ്പ് ചേർക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അരപ്പും കൂടി ചേർത്ത് അരപ്പിൻ്റെ ആ ഒരു റോ സ്മെല്ലും റോ ടേസ്റ്റും മാറി വരണം. ഇനി അരപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അരപ്പും തിളച്ച് കുറുകി കുക്കായി വരണം. ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെ ഒക്കെ റോ ടേസ്റ്റൊക്കെ മാറി വരണം. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പച്ചമുളക് കുക്ക് ചെയ്ത് ചേർക്കുന്നതിന് പകരം കുറച്ച് പച്ചമുളക് അരച്ച് ചേർക്കാം. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് കുക്ക് ചെയ്യാൻ എടുത്തുവെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് അരപ്പ് കുക്കാവില്ല. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകുമില്ല കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി അരപ്പും ചേർന്നൊന്ന് കുറുകി വരട്ടെ. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പുളി കുറവാണെങ്കിൽ വീണ്ടും തൈര് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ കാളൻ അരപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒരു 7 മിനിറ്റ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി തുടങ്ങി. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും വീണ്ടും ചൂട് മാറി വരുമ്പോൾ കുറുകി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കാളനിൽ നമ്മൾ വറ്റൽമുളകോ ഉള്ളിയോ ഒന്നും ചേർക്കില്ല. കടുകും കറിവേപ്പിലയും മാത്രമേ ചേർക്കുള്ളൂ. നമ്മുടെ കടുക് പൊട്ടി കഴിയാറാവുന്നുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ കാളനിലേക്ക് ചേർക്കാം. ഈ പാൻ തന്നെ നമുക്ക് വീണ്ടും ഒന്നുകൂടി ആവശ്യമുണ്ട്. അതേ പാനിലേക്ക് തന്നെ ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിലേക്ക് 1 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം.
ഉലുവപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി. ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടിയാണ്, അതുകൊണ്ട് ഒരുപാട് അങ്ങ് കുക്കാവേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വന്നാൽ മതി. ഇത് നമുക്ക് കാളനിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉലുവ നെയ്യിൽ വറുത്തെടുത്തതും കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഉലുവ വറവിൽ ചേർക്കില്ല, ഇങ്ങനെ ഉലുവ പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിക്കഴിഞ്ഞു. ഇതും നമ്മൾ സദ്യയിൽ തലേ ദിവസം റെഡിയാക്കി വെക്കുന്ന റെസിപ്പിയാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, മോശമായി പോവില്ല. തലേ ദിവസം റെഡിയാക്കിയിട്ട് നമുക്ക് സദ്യ വിളമ്പുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും കുറുക്ക് കാളനൊക്കെ ഉണ്ടാക്കുക സദ്യയിൽ. പിന്നെ നമ്മുടെ പച്ചടി, മോരുകറി റെസിപ്പീസ്, അതുപോലെ പായസം റെസിപ്പീസ് എല്ലാ വീഡിയോകളും കാണുക, ഉണ്ടാക്കുക, കഴിക്കുക. അപ്പോൾ ഈ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള വീഡിയോകളും കൂടി കാണാൻ മറക്കരുത്. നമ്മുടെ സദ്യ റെസിപ്പീസിന്റെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സദ്യ റെസിപ്പിയാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീതാസ് ടേസ്റ്റ്ലാൻഡ് എന്നുള്ളതിന്റെ കൂടെ ആ സദ്യ റെസിപ്പിയുടെ പേരും കൂടി ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പികളാണെങ്കിൽ കിട്ടും. പിന്നെ എൻഡ് സ്ക്രീനിലുണ്ടാവും ഇപ്പോൾ നമ്മൾ ഓരോ ചെയ്യുന്ന റെസിപ്പിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സദ്യ റെസിപ്പികളുടെ വീഡിയോസ്, പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത കുക്കിങ്ങുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.